നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് മത്സരത്തിൽ ഇന്നിറങ്ങിയപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ഒരു വിജയം തന്നെയായിരുന്നു. തുടർച്ചയായി രണ്ടാമത്തെ തോൽവിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇന്ന് 7:30 നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നേരിട്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിനെയായിരുന്നു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ബാക്കി നിന്ന മത്സരമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരെ. ആദ്യ മത്സരത്തിൽ ഷില്ലോങ്ങിനെതിരെ ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ 3-2 എന്ന നിലയിൽ ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ മത്സരം ISLലെ മറ്റൊരു ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുമായിട്ട് കൊമ്പ് കോർത്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു കളി കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-0 എന്ന നിലയിൽ ആദ്യ പകുതി അവസാനിക്കുക തന്നെയായിരുന്നു. രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിമിട്രിയോസ് ഡയമൻഡോക്കോസിൻ്റെ വക 70-ാം മിനിറ്റിൽ മറ്റൊരു ഗോൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ 4-1 നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ് ISLലെ ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ. എന്തായാലും അഡ്രിയൻ ലൂണയുടെ അഭാവം തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ആരാധകർ ഇന്നത്തെ മത്സരം കണ്ടവരാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ISLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ വന്നപ്പോൾ തീർത്തും മങ്ങിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. മോശം പ്രകടനവും അതേപോലെ തന്നെ മോശം ഗോളുകളും അതേപോലെ തന്നെ ഡിഫൻസ് എല്ലാം ഇന്നത്തെ മത്സരത്തിൽ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.